ഹലോ ഗായ്സ് വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. സോ ഇന്ന് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത് S&P 500 ചാർട്ട്, അതായത് US ഇൻഡെക്സിൻ്റെ ഒരു ചാർട്ടാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ ക്ലിയർലി കാണാൻ പറ്റും ഈ ചാർട്ടിൽ ക്ലിയർലി ഒരു അപ് ട്രെൻഡാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും മാർക്കറ്റ് നല്ലൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുന്നു, എന്നിട്ട് നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് തരുന്നു. നെക്സ്റ്റ് ഡേ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുന്നു, നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് തരുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ്ലി അപ്സൈഡാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഒരു ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇപ്പം. ഷാർപ്പ് സെല്ലിംഗ് ആണ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ കാണുന്നത്. സാധാരണ ഗ്ലോബൽ മാർക്കറ്റൊക്കെ അപ്പാവുമ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ മാർക്കറ്റും അപ്പായിക്കൊണ്ടിരിക്കലാണ് നോർമലി ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇപ്പോൾ നേരെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. സോ ക്ലിയർലി ഇത് ഇന്ത്യയിലെ സംതിങ് ഇഷ്യൂസ് ആണ് ഇപ്പം മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. സോ എന്തായിരിക്കും അത്? അധിക ആളുകളും പറയുന്നത് അത് ഇലക്ഷൻ്റെ കാരണം തന്നെയാണ്. കാരണം ഇനി വളരെ ചെറിയ നാളുകളെ ഇനി ഇലക്ഷൻ റിസൾട്ടിന് ബാക്കിയുള്ളൂ, 1 മാസത്തോളം ഇനി ബാക്കിയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു മാർക്കറ്റിൽ ഇങ്ങനെ ഒരു സെല്ലിംഗ് പ്രഷർ ഇപ്പം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് ഒരു പ്രഡിക്റ്റനായിട്ട് പറയാൻ പറ്റുന്ന കാര്യം. എനിവേ, നമുക്ക് നമ്മുടെ ചാർട്ടിലേക്ക് തന്നെ പോവാം. നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ടിൽ പോകാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നതെന്ന് നോക്കാം. സോ ഞാൻ ഫസ്റ്റ് 2-3 ട്രേഡിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് 2 ട്രേഡിംഗ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ലാസ്റ്റ് പറഞ്ഞത് മാർക്കറ്റ് ഇൻ കേസ് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നല്ലൊരു ഷാർപ്പ് സെല്ലിങ് തന്നിട്ട് ഈ ഒരു ഫ്രൈഡേയിലെ ലോവർ ലെവൽ ക്രോസ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ആ ലെവൽ ക്രോസ് ചെയ്തിട്ട് ഒരു റീടെസ്റ്റ് തരികയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു സെല്ലിംഗ് സൈഡ് ചെറിയൊരു, പക്ഷെ അതിന് മുമ്പ് തന്നെ നല്ലൊരു മൂവ്മെൻറ്റ് മാർക്കറ്റ് തന്നു കഴിഞ്ഞിരുന്നു. പിന്നെ അതിനുശേഷം ഒരു ചെറിയൊരു സെല്ലിംഗ് സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്ത് ക്ലോസ് ആയിരിക്കുകയാണ്. സോ മാർക്കറ്റിൽ എന്തായാലും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നത്. കാരണം ഇത്രയും ഷാർപ്പ് സെല്ലിങ് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തതായിരുന്നില്ല. എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ? പ്രധാനമായിട്ടും ബാങ്കിങ് സെക്ടറാണ് ഇപ്പോൾ നന്നായിട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ PSU ബാങ്കിങ്ങും, അതായത് കാനറ ബാങ്ക്, SBI അതുപോലുള്ള ബാങ്കിങ് സെക്ടറാണ് ഇന്നലെ നല്ലൊരു സെല്ലിങ് കാണിച്ചത്. അതിൻ്റെ കാരണം RBIയുടെ ഒരു റെഗുലേഷൻ വന്നതുകൊണ്ടാണ്. അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചില പ്രൊജക്റ്റുകൾക്ക്, ഗവൺമെൻറ് പ്രൊജക്റ്റ് ആയാലും പ്രൈവറ്റ് പ്രൊജക്റ്റ്, അവിടെയൊക്കെ മണി ലോൺ കൊടുക്കുമ്പോൾ ചില റൂൾസൊക്കെ അവർ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇന്നലത്തെ PSU ബാങ്ക്. പക്ഷേ ഇന്ന് PSU ബാങ്കും അതുപോലെ പ്രൈവറ്റ് ബാങ്കും, അതായത് HDFC, ICICI ബാങ്ക്, ഇങ്ങനെയുള്ള ബാങ്കുകൾ അതിൻ്റെ കൂടെ നല്ല സെല്ലിംഗ് പ്രഷർ ഇന്നും കാണിച്ചു. സോ അതുകൊണ്ട് തന്നെ ബാങ്കിങ് സെക്ടർ നന്നായിട്ട് വീണിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലാണ് നല്ലൊരു സെല്ലിങ് ഇന്ന് കണ്ടത്. സോ ഇനി നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് FIIയുടെ സെല്ലിങ് തന്നെയാണ്. അവർ കീപ് സെല്ലിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ വിക്സ് 17 എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട് ഇലക്ഷൻ കഴിയുന്നത് വരെ. സോ ഇനി നമുക്ക് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യാനുള്ളത്? മെയിൻലി നമുക്ക് ഒന്ന് വൺ ഡേ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഒരു സെല്ലിംഗ് ക്യാൻഡിലാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്കിവിടെ ക്ലിയർലി കാണാൻ പറ്റും. അപ്പ് സൈഡിൽ നിന്ന് തുടങ്ങിയ ഒരു സെല്ലിംഗ് ആണ്, ഓൾ ടൈം ഹൈയിൽ നിന്ന് തുടങ്ങിയ സെല്ലിംഗ് ആണ് കഴിഞ്ഞ 3 ദിവസമായിട്ട് നന്നായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എനിവേ, നമുക്ക് നെക്സ്റ്റ് ഒരു 3 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു റെഡ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യേണ്ടതിന് ഇവിടെ ചെറിയൊരു റീട്രേസ്മെൻറ്റ്, ഒരു ബൈയിങ് ക്യാൻഡിൽ, അതായത് ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഒരു സെല്ലിങ് മാത്രം നടക്കില്ല. ഒരു ദിവസം ബൈയിങ് ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമുക്ക് പ്ലാൻ ചെയ്യാനുള്ളത്. കാരണം മാർക്കറ്റിൽ വ്യക്തമായിട്ടുള്ള ഒരു റീസൺ കൊണ്ട് ഇപ്പോൾ സെല്ലിങ് നടക്കുന്നതായിട്ട് തോന്നുന്നില്ല. മാർക്കറ്റ് നന്നായിട്ട് സെല്ല് നടക്കുന്നുണ്ട്, പക്ഷേ എന്താണ് കാരണം? പലരും പല കാരണങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇൻഡിസിഷൻ ആണ് ഇപ്പോൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ സെല്ലിങ് എവിടെ വരെ തുടരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒന്നെങ്കിൽ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്. അതുവരെ മാർക്കറ്റ്
പോകാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. പിന്നെ അതും കൂടി കവർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ടും കൂടി മാർക്കറ്റ് ഈ ഒരു ഡെയിലി ക്യാൻഡിൽ കാണുന്ന ഈ ഒരു സപ്പോർട്ടിലേക്ക് മാർക്കറ്റ് എത്താനായിരിക്കും പിന്നെയുള്ള ഒരു സാധ്യത. സോ എനിവേ നമുക്ക് ട്രേഡ് പ്ലാൻ നോക്കുകയാണെങ്കിൽ അടുത്ത ദിവസം നമുക്ക് മെയിൻലി നോക്കേണ്ടത് ഒരു ബൈയിങ് സൈഡ് ട്രേഡാണ് നോക്കേണ്ടത്. അതൊരു റീട്രേസ്മെൻ്റ് ആയിട്ടാണ്. നമ്മൾ ട്രെൻഡ് സെല്ലിങ് സൈഡ് ആകുമ്പോൾ തന്നെ നമ്മൾ ബൈയിങ് സൈഡ് നോക്കുന്നത് നമ്മൾ ചെറിയ ഒരു ട്രേഡൊക്കെയാണ് പ്ലാൻ ചെയ്യാനേ പറ്റും ഇപ്പോൾ. കാരണം മാർക്കറ്റിൽ നമുക്ക് വ്യക്തമായിട്ട് എന്താണ് സംഭവിക്കുന്നത് അറിയാത്തതുകൊണ്ട് തന്നെ ഇവിടെ നല്ലൊരു ഷാർപ്പ് സെല്ലിംഗ് ആണ് മാർക്കറ്റ് വന്നത്. ഒരു റീട്രേസ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും ഒരു സെല്ലിംഗ് സൈഡൊക്കെ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യുന്ന ലെവലിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ നിന്ന് ഒരു റിവേഴ്സൽ പ്ലാന് നമുക്ക് ചെയ്യാൻ പറ്റും, ഒരു ബൈയിങ് സൈഡ്. സോ അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ബൈയിങ് സൈഡുള്ള ഒരു ട്രേഡ് എന്ന് പറയുന്നത്. ഇനി നോക്കാനുള്ളത് ഓപ്പൺ ചെയ്തിട്ട് നല്ലൊരു അപ്സൈഡ് പോവുകയാണെങ്കിൽ തന്നെ ഒരു ഷാർപ്പായിട്ട് മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഇല്ല. ഒരു റീട്രേസ്മെൻറ്റ് തന്നിട്ട് ഒരു സെല്ലിംഗ് സൈഡ് ട്രേഡ് എടുത്തിട്ട് പിന്നെ മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണുള്ളത്. സോ നമുക്ക് രണ്ട് ട്രേഡ് മാത്രമേ അടുത്ത ട്രേഡിംഗ് സെക്ഷനിൽ നോക്കാനുള്ളൂ. ഒന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് വീണ്ടും ഒരു സെല്ലിംഗ് സൈഡ് പോവുകയാണെങ്കിൽ ഒരു റിവേഴ്സൽ പ്ലാനാണ്. അതല്ല മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടൊരു നല്ലൊരു ബൈയിങ് സൈഡ് മൂവ്മെൻറ്റ് തരികയാണെങ്കിൽ അതിനുശേഷം ചെറിയൊരു സെല്ലിങ് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇത് രണ്ടാണ് അടുത്ത ട്രേഡിംഗ് സെക്ഷനിൽ നമുക്ക് പറയാനുള്ളത്. പ്രധാനമായിട്ടൊരു കാര്യം മാർക്കറ്റ് ഒരു ഇൻഡിസിഷനാണ്. മാർക്കറ്റിൽ നല്ലൊരു സെല്ലിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റീസൺ എലക്ഷൻ തന്നെ ആവാനാണ് സാധ്യത. എനിവേ അതുപോലെ ഇന്ത്യ വിക്സും നന്നായിട്ട് അപ്പായിട്ട് കൊണ്ടിരിക്കുകയാണ്. സോ ട്രേഡ് ചെയ്യുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യുക. അതുപോലെ റിസ്ക് റിവാർഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം വളരെ സൂക്ഷിച്ച് മാത്രം ഇപ്പോൾ ട്രേഡ് എടുക്കുക. അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ട്രേഡിങ്ങിലേക്ക് വരാം. ഇപ്പം വേണമെങ്കിൽ മാറി നിൽക്കാൻ, കാരണം മാർക്കറ്റ് നല്ലോണം വളട്ടിലാവുമ്പോൾ ചെറിയ ക്യാപിറ്റലുള്ളവർക്ക് അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. സോ ഇപ്പം മാറി നിന്നിട്ട് ഇലക്ഷനൊക്കെ കഴിഞ്ഞ് മാർക്കറ്റ് ഒരു സ്റ്റേബിൾ ആയതിനു ശേഷം മാർക്കറ്റിലേക്ക് തിരിച്ചു വന്ന് ട്രേഡ് ചെയ്യാവുന്ന ഒരു പ്ലാനും കൂടി ഉണ്ടാക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ മാത്രം ചെയ്യുക. എനിവേ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.